ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള 2 ഡ്രമ്മിൻ്റെ പീസുകളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പശ പോലെ സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ അതൊന്ന് കഴുകി തെറ്റാക്കി വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ എന്തായാലും കളയിട്ടോ. ഇത് വെയിലത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ ചീത്ത വല്ല സാധനം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ പോയിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ജിമ്മിക്കുട്ടൻ അവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ അടുത്തേക്ക് ഒന്ന് പോയേക്കാം. ആൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ആൾ പാവാട്ടോ കേട്ടോ. ആൾ പാവം ചെക്കനാണ്. നമുക്ക് അണ്ണനോട് എന്തെങ്കിലും ചോദിച്ചാൽ അണ്ണ വീഡിയോക്ക് ഒന്ന് പോസ് ചെയ്താൽ അണ്ണൻ കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. അണ്ണൻ പോസ് ചെയ്യണ്ണ. അപ്പോൾ അവനവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു ഡ്രമ്മിൻ്റെ മുറിയുണ്ട്. പക്ഷേ അത് വേറെ ഡ്രമ്മിൻ്റെ പീസായിട്ടാണ്, മറ്റേൻ്റെ മുറല്ല. അത് കുറച്ച് കഴുകാണ്ട് അതിനെ ശരിക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് ശരിക്കും ഒന്ന് കഴുകാണ്ട്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അണ്ണൻ എന്തായി നീച്ചിരിക്കുന്നുണ്ട്. അണ്ണൻ മുകളിൽ നമ്മുടെ കുളം എന്തായിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, മുകളിലേക്ക് കുറച്ച് കയറാനുണ്ട്. കയറി വന്നിട്ട് നമ്മൾ മുകളിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 4 സ്പോട്ടഡ് കാറ്റ് ഫിഷിനെയും 4 വാളക്കുട്ടികളായിട്ടായിരുന്നു. അയച്ച 2 വാളക്കുട്ടികളെ ഇവന്മാർ തട്ടി. ഇത് നമ്മുടെ ഗപ്പി കേട്ടോ, ഒരു ഗപ്പിയാണ്. അവരെ നമ്മുടെ മുയ്യൻ കുട്ടികൾ തന്നെ ഒരിക്കലും തട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ ഫുൾ ടൈം ഈ വാഴൻ്റെ അടിയിലാട്ടോ. നിങ്ങൾക്ക് അവൻ്റെ കൊമ്പ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പം ഇതൊന്ന് മാറ്റി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. അവർ നല്ല സ്പീഡിൽ പോകുന്ന ആൾക്കാരാണ്. ഞാൻ പിന്നെ അവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ വല മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് മാറ്റട്ടെ. ഞാൻ മാത്രം വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ കൊറ്റി കറങ്ങി നടക്കേണ്ടത്, അതുകൊണ്ടാണ്. അതാ വാളക്കുട്ടി അവിടെ ഉണ്ട്, നമ്മുടെ ഓടും കഷ്ണത്തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ആൾ. ഇവരെ കാണിച്ചു തരാനാണ് പാട്. ഇവർക്ക് ഒന്നെങ്കിൽ മീൻ പീസ് കൊടുത്താലേ ഇവർ വരത്തുള്ളൂ. കാണിച്ചു തരാം. ഇവിടെ അതാ കണ്ടോ, നിങ്ങൾ കണ്ടോ അറിയത്തില്ല. അതെ, അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോയി. ആ മറ്റേ ചെടിച്ചട്ടീൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഉണ്ടാവും അതിൻ്റെ അടിയിൽ കേട്ടോ. അത് എങ്ങോട്ട് മാറ്റിയാലും അതിൻ്റെ അടിയിലേക്ക് തന്നെ വരും. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വന്നിട്ട് കേട്ടോ. അത് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിക്കാണ്. കാണാൻ പറ്റുമോ അറിയത്തില്ല. അത് വെള്ളമൊക്കെ ആവട്ടെ, ചിലപ്പോൾ വരും, ചാൻസ് കുറവാണ്. ഈ വാഴന്തെല്ലാം നീക്കോട്ടെ അങ്ങോട്ട്. കാണാൻ പറ്റും. കണ്ടോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അതാ കണ്ടോ, 4 എണ്ണം ഉണ്ട്. 4 മച്ചന്മാർ ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട്. ഒരു ഫുൾ ആൽബിനോ ആണ് തോന്നുന്നുണ്ട്. ഒരു ആൽബിനോ ഉണ്ട്. ബാക്കി 3 സ്പോട്ടഡ് കാറ്റ് ഫിഷാണ്. ആൽബിനോ ആണ് ഏറ്റവും ചെറുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെ കുറേ എണ്ണം അങ്ങോട്ട് തന്നെ ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ചാട്ടക്കാരാട്ടോ. അങ്ങോട്ട് തന്നെ വലൊക്കെ വെച്ചുള്ള, പിന്നെ കൊറ്റീൻ്റെ ശല്യമുണ്ട്. പിന്നെ അത് കൂടെ കാക്കൊക്കെ പോകണമായിരുന്നേ. പിന്നെ ഞാൻ വല ഇട്ടതാണ്. അപ്പം നമുക്ക് എന്തായാലും ഈ വല ഇവിടെ വെച്ചിട്ട് പോയേക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഈ കുളം ഒന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്രമ്മിക്കാക്കൂട്ടോ. കാരണം ഒരു സുഖമല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഡ്രമ്മിക്കാക്കണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു സുഖമല്ല, എന്താണെന്ന് അറിയത്തില്ല, ഒരു ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കണ്ടോ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പ്രകൃതി രമണീയം കൂടി കാണാം കേട്ടോ. നല്ല സ്ഥലം. ഇവിടെ വന്ന് ഇരിക്കാൻ ഭയങ്കര വൈബ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.